നമ്മൾ അതിൻ്റെ അവകാശങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ 2014 നടന്ന സമ്മേളനങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഭൂകമ്പം, അതുപോലെ തന്നെ നേപ്പാൾ ദുരന്തം, സുനാമി അടക്കം ഇനി അവസാനമായി വന്നാൽ പ്രളയവും അതുപോലെ തന്നെ കോവിഡ് അടക്കം പ്രളയത്തിന് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 17 കോടി രൂപയാണ് നമ്മുടെ സംഘടന കൊടുത്തത്. പ്രളയത്തിന് ഏതാണ്ട് സുനാമി ഈ COVID-19 ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നമ്മൾ ഏതാണ്ട് 60 അടക്കം ചെയ്ത് വെച്ച് തുടർന്നിങ്ങോട്ട് ഇപ്പോൾ സാറും അതുപോലെ ജനറൽ സെക്രട്ടറി ട്രഷറർ മറ്റ് സംഘടനയുടെ അങ്ങേയറ്റത്തെ പരിശ്രമമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ 2019 അനുവദിച്ചതിൽ ഒരു പെൻഷന്റെ ഒരു കുടിശ്ശിക, DRന്റെ 2 കുടിശ്ശിക, 2021 ഏപ്രിൽ മാസം 2% ഏപ്രിൽ മാസം തന്നു. 6 ഗഡു ജീവിതത്തിന്റെ വസന്തകാലം മുഴുവൻ നല്ല സേവനമനുഷ്ഠിച്ച് തങ്ങൾക്കുള്ള അനുഭവ സമ്പത്തുമായി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയ നിശ്ചയമായും അവർക്ക് ആയുസ് കൂടും. അവരേതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം അനുഭവിക്കില്ല. ദൈനംദിന ജീവിതത്തിന്റെ രംഗത്ത് ഇടപെടാനുള്ള ലോകവും പ്രവർത്തനവും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ആയുർദൈർഘ്യം ഉണ്ടാവുകയാണ്. അങ്ങനെ നമ്മുടെ സംസ്ഥാനം എടുക്കുമ്പോൾ ആരോഗ്യശാസ്ത്രം ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കണക്കനുസരിച്ച് ദേശീയ ശരാശരി എടുത്താൽ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം മുമ്പ് കേരളത്തിൽ 62, ദേശീയ ശരാശരി 62 നമുക്കതിപ്പോൾ 72 മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ നേട്ടം. സ്ത്രീകളുടെ ആയുർദൈർഘ്യം മുമ്പ് 69 ദേശീയ ശരാശരി, ഇപ്പോൾ 78 നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. ഇത് ആരോഗ്യ പരിപാലന രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പട്ടികയിൽ വരുമ്പോൾ തന്നെ പുസ്തകങ്ങളുടെ നിന്ന് മരിക്കാനുള്ള അവസരമാണ് ഞങ്ങൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നൽകുന്നത്. പുസ്തകങ്ങളെ നോക്കിക്കൊണ്ട് മരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലരെങ്കിലും 56 വയസ്സ് കഴിഞ്ഞപ്പോൾ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കടന്നിട്ടുള്ളവരായി. ചില വീടുകളിൽ ചില കാവുകൾ മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് പറയും, ഈ ഗോപാലകൃഷ്ണൻ ടൗണിൽ വെച്ച് സ്കൂട്ടർ പരിക്കേറ്റവർ കാരണം ഈ കാവ് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പൊ ഉടനെ കാവ് തിരിച്ച് അതിന്റെ സെക്രട്ടറി പ്രസിഡന്റ് അല്ലെങ്കിൽ പള്ളിയിലെ ഭാരവാഹിയായിട്ട് മാറും, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് മാറും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പല ആക്ടിവിറ്റീസിലേക്കാണ് പോകുന്നത്. ഏത് ആക്ടിവിറ്റീസും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സന്തോഷത്തിനനുസരിച്ച് ചെയ്യാം. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ കാണേണ്ടുന്നത് തലമുറകൾ നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംഘടന എന്നുള്ള രീതിയിൽ ഈ സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടുത്തണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ആർ രഘുനാഥൻ നായർ സാർ ജനറൽ സെക്രട്ടറി അവർക്ക് നിങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംഘടന ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, സർവീസിലുണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ വിവിധ സംഘടനകൾ പ്രവർത്തിക്കുകയും മയ്യഴിപ്പുഴ തീരത്തുയിൽ നിൽക്കുന്ന ഒരു കല്ലുണ്ട്. ആ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം അതൊരു മിത്താണ്. ഓരോ ജനതയുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ഓരോ മിത്തുകളുണ്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് പേര് പട്ടത്താനെന്നാണ്. ആ സ്ഥലത്തിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ജനങ്ങളുടെ വിശ്വാസമാണ്. അന്ധവിശ്വാസ നിർഭരമായ ആ കഥയ്ക്ക് പക്ഷെ ഒരു ചാരുതയുണ്ട്, സൗന്ദര്യമുണ്ട്.